നമസ്കാരം സർ. നമസ്കാരം. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഈ ഇലക്ഷനിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത്? നമ്മളിപ്പോൾ എക്സിറ്റ് പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സാരമായിട്ട് സംഭവിക്കാൻ പോകുന്നത്? സത്യത്തിൽ ഈ തെക്ക് ഇന്ത്യയിലേക്ക് ഒരു വാതിൽ BJP തുറന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. അത് കർണാടകയിലാണ് തുറന്നത്. അപ്പോൾ കർണാടകയിൽ അതിങ്ങനെ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പിന്നെയും അതിനെ തടഞ്ഞിങ്ങനെ നിന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഒരു ഗെയിം ചേഞ്ചറായിട്ടാണ് അതിൽ വന്നിരിക്കുന്നത്. കാരണം എല്ലായിടത്തും മാറ്റം വരികയാണെങ്കിൽ നമ്മൾ പിന്നെ എന്തിനും മടിച്ചു നിൽക്കണം എന്നൊരു തോന്നൽ തെക്കുള്ള വോട്ടർമാരിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട് അത്. അപ്പോൾ ഈ ആന്ധ്രയിൽ ശരിക്കും NDA ഒരു ക്ലീൻ സ്വീപ്പ് നടത്തുന്നതായിട്ട് എക്സിറ്റ് പോളുകളിൽ നിന്ന് നമുക്കറിയാം. കാരണം 25 സീറ്റാണ് ആന്ധ്രയിലുള്ളത്. അതിൽ 22 സീറ്റ് ആന്ധ്രയിൽ TDP, BJP, ജനസേന, പവൻ കല്യാണിന്റെ. അപ്പൊ ഈ ആന്ധ്രാപ്രദേശിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു മാറ്റം വരാൻ പ്രത്യേകിച്ച് വല്ല കാരണം ഉണ്ടോ? അല്ല, ആന്ധ്രയിൽ മാറ്റം വരാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മറ്റേ ചന്ദ്രശേഖർ റാവുവിന്റെ ഭരണം അവർ കണ്ടതാണ്. അപ്പോ മറ്റേ YSR കോൺഗ്രസ്. അപ്പോ അങ്ങനെ അത് ശരിക്കും തകർച്ചയിലേക്കാണ് പോകാൻ പോകുന്നത്. YSR കോൺഗ്രസ് 2019 22 സീറ്റ് നേടിയിരുന്നു അവിടെ നിന്നാണ് ഈ വലിയ മാറ്റം വരുന്നത്. ഇങ്ങനെ ഈ ആന്ധ്രയിൽ മാറ്റം വരുന്നുള്ളത് ഒരു കൊല്ലം മുമ്പ് തന്നെ ഈ പ്രശാന്ത് കിഷോർ പറഞ്ഞു തുടങ്ങിയതായിരുന്നു. അന്ന് തൊട്ട് തന്നെ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് ഈ ആന്ധ്രയിൽ. അപ്പോൾ ഈ ആന്ധ്രയിൽ അതുപോലെ തന്നെ ചില ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുമൊക്കെ നമുക്ക് ഹൈദരാബാദിലുമൊക്കെ ഈ മാറ്റം വരുന്നത് കാണാമായിരുന്നു. പിന്നെ ഈ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മറ്റേ ചന്ദ്രബാബു നായിഡുവിൻ്റെ തിരിച്ചുവരവ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ആന്ധ്ര, കർണാടക എന്നൊക്കെ തുടങ്ങി സംസ്ഥാനങ്ങൾ കേരളത്തിനെയും തമിഴ്നാടിനെയും ഒക്കെ പോലെയല്ല. അവർക്ക് ഹിന്ദി പറഞ്ഞാലും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് മോദിയുടെ ആശയവിനിമയം കൂടുതൽ കൃത്യമായി മനസ്സിലാകുന്ന ആളുകളാണ് അവിടെയുള്ളത്. അപ്പോൾ ഈ പവൻ കല്യാണിൻ്റെ പാർട്ടി ജനസേനയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ, കാരണം ഈ സാമുദായിക ഈ കമ്മ കാപ്പു ഈ ഇക്വേഷൻ അത് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് വന്നു. നായിഡുവിൻ്റെ സമുദായവും മറ്റേ പവൻ കല്യാണിൻ്റെ സമുദായവും എല്ലാം കൂടി ചേർന്ന് പിന്നെ സവർണരും പിന്നെ ഈ മറ്റേ OBC ഓൾ ഇന്ത്യ ലെവലിൽ 59% ഇത്തവണ BJPക്ക് വോട്ട് ചെയ്തതായിട്ടാണ് കാണുന്നത്. അത് ഈ സംവരണത്തിനെ സംബന്ധിച്ചിട്ട് പലയിടത്തും മോദി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. OBC ഇപ്പം ആന്ധ്രയിലെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ പോവാണ്. ഈ OBC റിസർവേഷനിൽ നിന്ന് തട്ടിയെടുത്ത് കുറേ ശതമാനം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന സവായ് മാധവ്പൂരിൽ പ്രസംഗിച്ച് തുടങ്ങി മോദി അങ്ങ് കത്തിക്കയറിയല്ലോ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ആന്ധ്ര. കാരണം ആന്ധ്രയിൽ ഈ രാജശേഖർ റെഡ്ഡിയുടെ ഒക്കെ കാലത്തുമൊക്കെ ഈ 5% OBC സംവരണത്തിൽ നിന്ന് എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനായിട്ട് നിയമം ഉണ്ടാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞു മതപരമായ സംവരണം ഭരണഘടനയിൽ വിഭാവനം ചെയ്തിട്ടില്ല, ഇത് മതപരമായ സംവരണമാണ് മുസ്ലിങ്ങൾക്ക് എന്ന് പറയുന്നത്, അതുകൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. അത് സുപ്രീം കോടതിയിൽ പെൻഡിങ് ആണ്, ഇപ്പോൾ വിധി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെയൊക്കെ ബംഗാളിലൊക്കെ വിധികൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ OBC സർട്ടിഫിക്കറ്റുകൾ തന്നെ റോഹിംഗ്യകൾക്ക് വരെ കൊടുത്തത് 2011 വരെ ഉള്ളതൊക്കെ കൊടുത്തത് മതി. മമത വന്ന ശേഷമുള്ളതൊക്കെ റദ്ദാക്കി അവിടെ. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു
തെരഞ്ഞെടുപ്പ് ഇഷ്യൂ ആക്കി മോദി. ആ ഇഷ്യൂ ആക്കിയപ്പോഴാണ് ഈ ശരിക്കും കൺസോളിഡേഷൻ വന്നിട്ടുണ്ട്, മുസ്ലിം കൺസോളിഡേഷൻ. 72% മുസ്ലിങ്ങൾ ഇത്തവണ ഇന്ത്യയിൽ ഈ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തതായിട്ടാണ് കണക്ക്. അപ്പോൾ ഈ കൺസോളിഡേഷൻ വന്നോട്ടെ എന്ന് തന്നെയാണ് മോദി വിചാരിച്ചത്. അങ്ങനെ OBC കൺസോളിഡേഷനും വന്നു, SC മറുവശത്ത് വന്നു. അപ്പൊ അതുകൊണ്ട് വലിയ തരംഗമാണ്. അത് 400-ലെത്തിയാലും എനിക്ക് അത്ഭുതമൊന്നുമില്ല. അത് വല്ലാതെ ആന്ധ്രയിൽ കത്തിപ്പിടിച്ചിട്ടുണ്ട്. OBCകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കർണാടക കാണിച്ച വഴിയിലൂടെ ഇപ്പോൾ ആന്ധ്രാപ്രദേശും തെലങ്കാനയൊക്കെ അങ്ങനെ നല്ലപോലെ BJPക്ക് മജോറിറ്റി കൊടുത്ത് തന്നെ പോകും. അതെ, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രിയാകാൻ മറ്റേ ചന്ദ്രബാബു മുഖ്യമന്ത്രി ആകാൻ പോകുന്നു. പക്ഷേ മറ്റേ നിയമസഭയിലും ഒക്കെ ചെറിയ സീറ്റുകളെ BJPക്കുള്ളൂ. എന്നാലും ഒരു മന്ത്രിയോ 2 മന്ത്രിയോ. പക്ഷെ മുന്നണികളിൽ ഈ സഖ്യം ഉണ്ടാക്കിയിട്ടാണല്ലോ BJP കർണാടകയിലും മറ്റു പാർട്ടികളുമാക്കി സഖ്യമുണ്ടാക്കിയിട്ടാണല്ലോ അതിൽ നിന്നുള്ള നേതാക്കളെയൊക്കെ പിന്നീട് പാർട്ടിയിലേക്ക് എടുക്കുക. കോൺഗ്രസ്സുകാരായാലും അങ്ങനെയാണ് വളരുന്നത്. ഈ കർണാടകയിലെ കുറച്ച് സർപ്രൈസിങ് ആണോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഫാക്ടേഴ്സ് BJPക്ക് അത് ഭയം ഉളവാക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ അസംബ്ലി ഇലക്ഷനിൽ BJP വളരെ മോശമായിപ്പോയി. പിന്നെ അത് കൂടാതെ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന കക്ഷി ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ. പ്രജ്വൽ രേവണ്ണയുടേത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്ന് ഞാൻ ഇവിടെ തന്നെ പല ചർച്ചയിലും പറഞ്ഞിരുന്നു. എന്താന്ന് വെച്ചാൽ ആ ഇഷ്യൂ വരുന്നതിന് മുമ്പേ ആ കുടുംബത്തിന്റെ സീറ്റുകളിലൊക്കെ വോട്ടെടുപ്പ് കഴിഞ്ഞിരുന്നു. ഈ ജനതാദൾ സീറ്റുകളുണ്ടല്ലോ, ഈ ഗൗഡ കുടുംബത്തിന്റെ സീറ്റുകളിലൊക്കെ വോട്ടെടുപ്പ് കഴിഞ്ഞിരുന്നു. ഈ പ്രജ്വൽ രേവണ്ണയും ജയിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതും എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ആ ഇഷ്യൂ BJPക്ക് നല്ലതാണ് എന്നുള്ളതായിരുന്നു. കാരണം ഈ ഗൗഡ കുടുംബത്തിനെ കൊണ്ട് വലിയ ശല്യമായിരുന്നു. ഗൗഡ കുടുംബത്തിലെ ഡോക്ടർ മഞ്ജുനാഥ് എന്ന് പറഞ്ഞ മരുമകന് ഈ കുടുംബത്തിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാകണ്ടെന്ന് വെച്ചിട്ട് ഈ ബാംഗ്ലൂർ സൗത്തിൽ മരുമകൻ ഡോക്ടർ മഞ്ജുനാഥിന് BJP തന്നെ സീറ്റ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഈ കുഴപ്പം പിടിച്ചൊരു ശാഖയായിരുന്നു ഈ രേവണ്ണയുടേത്. അതിപ്പോ അതിനെ പരിധിക്ക് നിർത്തിയല്ലോ. പ്രജ്വൽ രേവണ്ണനെയും ചിലപ്പോൾ രേവണ്ണനെ തന്നെ ആ ഫാമിലിയെ തന്നെ ആ ശാഖയെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളത്. കാരണം ഈ പെൻഡ്രൈവ് ഒക്കെ വെച്ചതിന്റെ കൂട്ടത്തില് ദേവരാജ ഗൗഡ എന്ന് പറഞ്ഞ BJPയുടെ പ്രാദേശിക നേതാവിന് നല്ല പങ്കുണ്ട്. അദ്ദേഹം അഡ്വക്കേറ്റാണ്. അല്ല, അത് തന്നെയല്ല, അദ്ദേഹത്തിന് ഈ ദേവരാജ ഗൗഡയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗഡമാരായിട്ട് ദേവഗൗഡയും ഈ ഫാമിലിയായിട്ട് അടുപ്പം വന്നു കഴിഞ്ഞപ്പോൾ സീറ്റ് നഷ്ടപ്പെട്ടത് ദേവരാജ ഗൗഡ എന്ന് പറയുന്ന ഈ BJPക്കാരനാണ്. പുള്ളിക്ക് സീറ്റ് അദ്ദേഹത്തിന്റെ MLA ആകാനും പറ്റിയില്ല. ഇപ്പൊ ഈ ഇലക്ഷനിൽ സീറ്റ് കിട്ടിയായിരുന്നെങ്കിൽ ജയിച്ചു പോയനെ. അപ്പൊ അതുകൊണ്ട് ഇവരെങ്ങനെയെങ്കിലും ഒതുക്കാനായിട്ട് അദ്ദേഹത്തിന് വളരെ ആ ഭാഗത്ത് ഹാസൻ ഭാഗത്തൊക്കെ ഒരു ദിവ്യനാണ് ഈ ദേവരാജ ഗൗഡ. അപ്പൊ ഇപ്പൊ കുമാരസ്വാമി പാർട്ടി മൊത്തത്തിൽ പിടിച്ച് പോക്കറ്റിലിടുന്ന ഒരു കണ്ടീഷനാണ് ഈ പ്രജ്വൽ രേവണ്ണനെയൊക്കെ വന്നത്. അത് BJPയുടെ തന്നെ ഒരു ടാക്ടിക്കാണെന്ന് ഞാൻ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു. 2019 കർണാടകയിൽ 27 സീറ്റ് കിട്ടിയിരുന്നു NDAക്ക്. ചിലപ്പോൾ ഇത്തവണ അത് 23ലേക്ക് 4 സീറ്റ് പോവും. എന്നാലും ഡസൻ മാറ്റർ എന്നുള്ള നിലക്കാണ്. ഫസ്റ്റ് ഡേയിലെ ഇലക്ഷന്റെ പോളിംഗ് കഴിഞ്ഞ പാടെ പ്രജ്വൽ രേവണ്ണ നേരെ ജർമ്മനിക്ക് പോയായിരുന്നു. ആളെ തിരിച്ചു ഇപ്പൊ പിടിയിലായല്ലോ അല്ലേ? തിരിച്ചു വന്നു. പിന്നെ സാറേ, നമ്മുടെ തമിഴ്നാട്ടിലെ കണ്ടീഷൻ, തമിഴ്നാട്ടിലെ അണ്ണാമല ഇന്നലെ സംസാരിക്കുന്നതൊക്കെ ധാരാളം കണ്ടു. അവിടെ ഒരു 3-4 സീറ്റ് കിട്ടും എന്നുള്ളൊരു തോന്നലാണ് ഉള്ളത്. 3-4 സീറ്റ് കിട്ടിയാലും 39 സീറ്റാണ് അവിടെ ഉള്ളത്. DMK ചിലപ്പോ 33 നിന്നിട്ടേ BJPക്ക് ഒരു 4 സീറ്റ് വരെ. 4 സീറ്റ് കിട്ടിയാൽ പോലും ഇറ്റ്സ് എ ജയന്റ് ലീപ്പ് ഫോർവേഡ്. കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയെന്നല്ല ഇപ്പൊ കയറി വരുന്നത്. 4% വോട്ട്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ലേ ശരിക്കും സ്ട്രെങ്ത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തവണ ഒറ്റയ്ക്ക് നിന്നു. ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ, BJPക്ക് വോട്ട് ചെയ്യാൻ കിട്ടിയ ആദ്യത്തെ അവസരമാണിത്. 22% BJPക്ക് അവിടെ വോട്ട് കിട്ടാൻ പോകുന്നത് എന്നാണ് പോളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്.
22% കിട്ടുകയാണെങ്കിൽ 3-4 സീറ്റ് അതിപ്പോൾ സാധാരണ 4 സീറ്റ് കിട്ടണം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ല. പക്ഷേ കമ്പയർഡ് വിത്ത് 0, 4 ഈസ് എ ബിഗ് നമ്പർ. തഞ്ചാവൂര്, കോയമ്പത്തൂര്, തേനി, വെല്ലൂര്, ചിലപ്പോൾ കന്യാകുമാരി, ഇങ്ങനെ ചില സീറ്റുകളൊക്കെ കിട്ടാൻ സാധ്യത അവിടെ ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ BJP കൊണ്ടുവന്ന് വേര് പിടിപ്പിച്ച എടുത്ത ആള് യെദ്യൂരപ്പയാണെന്ന് തോന്നുന്നു. അതെ, ഇപ്പോൾ ആള് സൈലന്റ് ആണെന്ന് തോന്നുന്നു. യെദ്യൂരപ്പ, ഈശ്വരപ്പ തുടങ്ങി. പക്ഷേ യെദ്യൂരപ്പയുടെ മകനാണ് അവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വിജയേന്ദ്ര. അപ്പോൾ മകൻ അവസാനത്തിരിക്കുമ്പോൾ രാഘവേന്ദ്രയും പാർട്ടിയുടെ അകത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തൃപ്തിപ്പെടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, പിന്നെ കേരള മുതലായ എല്ലാ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലും BJP ഒരു പ്രധാന പാർട്ടിയായി മാറുകയാണ്. മാത്രമല്ല, പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു അത് നോർത്തിൽ മാത്രമുള്ളൊരു പാർട്ടി, സൗത്ത് ഇന്ത്യയിലൊക്കെ അവർക്ക് എന്താ ഡ്രസ് എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലും അവർക്ക് നല്ല ഹോൾഡായി കഴിഞ്ഞു. കാരണം ഈ കോൺഗ്രസ് ശരിക്കും ഈ സംസ്ഥാനങ്ങളിലൊക്കെ എഴുതി തള്ളിക്കഴിഞ്ഞു. കേന്ദ്രത്തിൽ ഭരണം കിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ അവർക്ക് വോട്ട് ചെയ്തിട്ട് എന്താണ്? പല സ്ഥലത്തും പ്രാദേശിക പാർട്ടിയുടെ നിലവാരം പോലും ഇല്ല. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ജയിക്കുമെന്ന് സംശയമാണ്. ജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ SP വിചാരിക്കണമല്ലോ. കാരണം റായ്ബറേലിയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 നിയമസഭാ മണ്ഡലങ്ങളിലും 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് പോയ സ്ഥലമാണ്. അപ്പോൾ അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ആ അവസ്ഥയൊക്കെ ഇപ്പോൾ മാത്രമല്ല, ഈ 2019 വലിയ വ്യത്യാസം ഇത്തവണ എക്സിറ്റ് പോളുകളിലൊക്കെ നമ്മൾ കാണുകയുണ്ടായി. എല്ലാവരും 350-ൽ കൂടുതൽ സീറ്റ് BJPക്ക് പറയുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയക്ക് വലിയ സ്വാധീനം വന്നു. അതുകൊണ്ട് വോട്ടർമാർക്ക് കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ സ്വന്തമായിട്ട് തീരുമാനമെടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് തെക്കും ഈ BJPയുടെ കാറ്റ് നന്നായി വീശിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്.